12,000 അങ്ങനല്ല. ഇതില് രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ GCDA ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ആ ബഡ്ജറ്റിൽ കായികേതര പരിപാടികൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ ഇന്റർനാഷണൽ സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം പണിതത് ഇവിടുത്തെ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കായികേതര പരിപാടികൾക്ക് ലക്ഷക്കണക്കിന് രൂപ വാടക കൊടുത്ത് ഈ പരിപാടികൾക്ക് വേണ്ടി, അതൊരു സ്റ്റാർ നൈറ്റ് ആകാം, എന്തും ആകാം. ഇപ്പോൾ നമ്മൾക്ക് ഗ്രൗണ്ടിന്റെ നടുക്ക് പോയി കുഴിയിടാൻ സാധിക്കില്ല, കാരണം ഗ്രൗണ്ട് കേടാവും. അതിന് എഞ്ചിനീയറിംഗ് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ ഇവർ നടത്തുന്ന എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും അതിനൊരു സേഫ്റ്റി പ്രോട്ടോകോൾ പാലിക്കാൻ അതിൻ്റെ GCDA എഞ്ചിനീയറിംഗ് വിങ് തയ്യാറാവണം. പിന്നെ 12,000 കുട്ടികൾ പെർഫോം ചെയ്ത ഒരു പരിപാടിയിൽ ആ 12,000 കുട്ടികളുടെ പാരൻസ് വരും. അവരെല്ലാ പാർട്ടിയിലും പെട്ട ആളുകൾ ഉണ്ടാവും. അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്ക് അന്വേഷിക്കാൻ പറ്റും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സംഘാടകർക്ക്, പ്രധാനപ്പെട്ട ആളുകൾക്ക് പാർട്ടിയുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ്. അതിലിപ്പോൾ എൻ്റെ മോള് ഡാൻസിന് പോയിട്ടുണ്ടെങ്കിൽ രക്ഷിതാവ് എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ പോകും. ഞങ്ങൾ ജനപ്രതിനിധികൾ എന്നുള്ള രീതിയിൽ വിളിച്ചു. ഞങ്ങൾക്ക് 2 ദിവസം മുമ്പാണ് ഇൻവിറ്റേഷൻ കിട്ടിയത്. അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഒരു MLAക്ക് ഇതാണ് സുരക്ഷാ ക്രമീകരണമെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന പരിപാടികൾ ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ എന്തായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്.